പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക. ലഷ്കർ എ തയ്ബയുടെ ശാഖയാണ് TRF എന്നും പഹൽഗാം ആക്രമണത്തിനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നിലപാടിന്റെ ഫലമാണ് തീരുമാനമെന്നും US അറിയിച്ചു. US പൗരത്വമില്ലാത്ത കുടിയേറ്റക്കാരായ 1563 ഇന്ത്യക്കാരെ ഇതുവരെ തിരിച്ചയച്ചെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. ഏകദേശം 7,25,000 ഇന്ത്യൻ പൗരന്മാർ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. കഴിഞ്ഞ 6 മാസത്തിനിടെ 1563 ഇന്ത്യൻ പൗരന്മാരെ US-ൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ട്. ജനുവരി 20 മുതൽ ജൂലൈ 15 വരെയുള്ള കാലയളവിലെ കണക്കാണിത്. മിക്കവരും വാണിജ്യ വിമാനങ്ങൾ വഴിയാണ് എത്തിയതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമവിരുദ്ധ താമസക്കാരെന്ന് അറിയിച്ച US-ൽ നിന്നും സൈനിക വിമാനത്തിൽ കൈയിലും കാലിലും വിലങ്ങണിയിച്ച് ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഏകദേശം 7,25,000 ഇന്ത്യൻ പൗരന്മാർ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പറയുന്നു. മെക്സിക്കോ, എൽ സാൽവഡോർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ കഴിഞ്ഞാൽ US-ൽ അനധികൃത കുടിയേറ്റക്കാരായി താമസിക്കുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ വിഭാഗമാണ് ഇന്ത്യക്കാർ. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്ഥിരാസംബന്ധമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ കയ്യിൽ കറുത്ത പാടുകൾ കാണുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് രോഗം സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം പുറത്തുവന്നത്. നേരത്തെ ട്രംപിന്റെ കാലുകളിൽ വീക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിവിധ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന രോഗാവസ്ഥ കണ്ടെത്തിയത്. പ്രസിഡന്റിന്റെ ആരോഗ്യത്തിൽ ആശങ്കകളില്ലെന്നും 70 വയസ്സിന് മുകളിലുള്ളവരിൽ ഈ രോഗം സാധാരണമാണെന്നും വൈറ്റ് ഹൌസ് ഡോക്ടർ ഷോൺ ബാർബബെല്ലെ പറഞ്ഞു.